Hello everyone. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഷി ഇൻ്റഗ്രൽ ഫോർമുല എന്താണെന്ന് പഠിച്ചിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചെയ്തിരുന്നു. ഇന്നും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രേഷൻ ഓവർ സി z square minus 1 by 3 divided z cube minus z dz, where c is the circle mod z minus 1 by 2 equal to 1 oriented in the counter clockwise direction. നമുക്കിവിടെ പാത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മോഡ് സെഡ് മൈനസ് 1 by 2 ഈക്വൽ ടു 1. അതൊരു സർക്കിളാണ്. സർക്കിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ 1 by 2 ആയിട്ട് 1 റേഡിയസിൽ വരുന്ന സർക്കിളാണ്. നമുക്ക് സർക്കിൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? 0 1 by 2 1 1 and half 2 1 2 1 2 ഇവിടെ ഹാഫ് 1 മൈനസ് 1 മൈനസ് ഹാഫ് മൈനസ് 1 ആൻഡ് ഹാഫ് അങ്ങനെ അടയാളപ്പെടുത്തി. നമ്മളോട് പറഞ്ഞാൽ 1 by 2 റേഡിയസിൽ, അപ്പോൾ ഇവിടെയാണ് 1 by 2 സെൻറ്ററായിട്ട് 1 റേഡിയസിൽ 1 റേഡിയസ് പറഞ്ഞാൽ ഇത് ഹാഫ് ആവുള്ളൂ. 1 by 2 ഹാഫ്, അപ്പോൾ 1 and half സ്റ്റാർട്ട് ചെയ്യും. 1 and half സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹാഫ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 വരും. അപ്പോൾ മൈനസ് 1 by 2 എൻഡ് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വരച്ചു. ഇതാണ് സർക്കിൾ വരുന്നത്. സർക്കിളിൻ്റെ രൂപം എന്നല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം 1 by 2 സെൻറ്ററായിട്ട് 1 റേഡിയസിലാണ് വരുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. സോ ഇങ്ങോട്ടാണ് പോവുക. ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അത് അങ്ങോട്ട്. നമ്മുടെ പാത്ത് ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? സെഡ് സ്ക്വയർ മൈനസ് 1 by 3 ഡിവൈഡഡ് സെഡ് ക്യൂബ് മൈനസ് സെഡ് ഈസ് അനലറ്റിക് എവരിവെയർ എക്സെപ്റ്റ് ഏത് പോയിന്റിലാണ് നമുക്ക് അനലറ്റിക് അല്ലാത്തത് നോക്കണം. എക്സെപ്റ്റ് ഏതായിരിക്കും? z ഈക്വൽ ടു 0, z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഈ 3 പോയിന്റിലാണ് ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്തത്. അതെങ്ങനെ മനസ്സിലായി വെച്ചാൽ ഇവിടെ ഫംഗ്ഷൻ അനലറ്റിക് അല്ല എന്ന് പറഞ്ഞാൽ ഇത് 0 ആകുമ്പോഴാണ് ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്തത്. അപ്പോൾ z ക്യൂബ് മൈനസ് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് എങ്ങനെ എഴുതാം? z ഇൻറ്റു z സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള രൂപത്തിലാണ്. സോ സെഡ് ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 ഈക്വൽ ടു 0 വരും. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് സെഡ് ഈക്വൽ ടു 0, സെഡ് ഈക്വൽ ടു 1, സെഡ് ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ ഈ 3 പോയിൻറ്റ്സിനാണ് നമ്മുടെ ഫംഗ്ഷൻ എന്തല്ലാത്തത്? അനലറ്റിക് അല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഡൊമൈനിൽ ഇനി നമുക്ക് ഏതൊക്കെ പോയിന്റിലാണ്, അതായത് 0, 1, മൈനസ് 1 എന്നൊക്കെ പറയണത് ഈ പാത്തിലുണ്ടോ നോക്കണം. എന്നിട്ട് നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് സെഡ് സ്ക്വയർ മൈനസ് 1 by 3 ഡിവൈഡഡ് സെഡ് ക്യൂബ് മൈനസ് സെഡിനെ എ ബൈ സെഡ് 3 പോയിൻറ്റ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ എ ബൈ സെഡ്, അതായത് ഇതിനെ നമുക്ക് സെഡ് സ്ക്വയർ മൈനസ് 1 by 3 ഡിവൈഡഡ് സെഡ് ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 എന്നുള്ള രൂപത്തിൽ എഴുതാം. ഇതിന് നമുക്ക് എ ബൈ സെഡ് ബൈ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് എ ബൈ സെഡ് പ്ലസ് ബി ബൈ സെഡ് പ്ലസ് 1 പ്ലസ് സി ബൈ സെഡ് മൈനസ് 1. ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കണ്ടെത്തണം. അത് നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് സ്ക്വയർ മൈനസ് 1 by 3 ഈക്വൽ ടു സെഡ് ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 ഡിവൈഡഡ് സെഡ് പ്ലസ് എ ഉണ്ട് പ്ലസ് ബി ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 ഡിവൈഡഡ് സെഡ് പ്ലസ് 1 പ്ലസ് സി ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 ഡിവൈഡഡ് സെഡ് മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സെഡും ക്യാൻസലായി, സെഡ് പ്ലസ് 1 ക്യാൻസലായി, സെഡ് മൈനസ് 1 ക്യാൻസലായി. ദെൻ ബാക്കി എന്ത് വരും? സെഡ് സ്ക്വയർ മൈനസ് 1 by 3 ഈക്വൽ ടു എ ഇൻറ്റു ഇത് നമുക്ക് ഒരുമിച്ചിട്ട് സെഡ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം, പ്ലസ് ബി ഇൻറ്റു സെഡ് മൈനസ് 1 പ്ലസ് സി ഇൻറ്റു സെഡ് പ്ലസ് 1 ഇതാണ് നമുക്ക് വരും. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ
z square minus 1 by 3 equal to a z square minus a plus ഇതിൽ ഇത് z square എന്നാവും z square minus z എന്നാവും അപ്പോൾ b z square minus bz plus cz plus c എന്നാവും. ഓക്കെ, ഇനി ഇവിടെ എ സെറ്റ് സ്ക്വയർ ബി സെറ്റ് സ്ക്വയർ അത് രണ്ടും കൂടിയിട്ട് ഇവിടെ സെറ്റ് സ്ക്വയറിൻ്റെ ടേം ഇല്ലേ, അപ്പോൾ അതിനെല്ലാവരും കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ എ സെറ്റ് സ്ക്വയർ, അതായത് ഇതിൻ്റെ ഇക്വേഷൻസിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എ സെറ്റ് സ്ക്വയർ പ്ലസ് ബി സെറ്റ് സ്ക്വയർ ഈക്വൽ ടു സെറ്റ് സ്ക്വയർ എന്നാണ് വരുന്നത്. സെറ്റ് സ്ക്വയറിന് കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഡിവൈഡ് ചെയ്തുമ്പോൾ 1 എന്ന് വരും. സോ എ പ്ലസ് ബി ഈക്വൽ ടു 1 എന്ന് വരും. ഇനി ഇവിടെ കോൺസ്റ്റൻ്റ് ആണ് -1/3 എന്ന് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതിന് രണ്ടിനും കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ സി സെഡ് മൈനസ് ബി സെഡ്, സെഡിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇവിടെ ഇല്ല, സോ ഈക്വൽ ടു 0. ദെൻ സി മൈനസ് ബി ഈക്വൽ ടു 0. ദെൻ നെക്സ്റ്റ് ഇതും കോൺസ്റ്റൻ്റ് ആണ് വരുന്നത്. അപ്പോൾ സി മൈനസ് എ ഈക്വൽ ടു -1/3 എന്ന് വരും. ഇത്ര ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇതിൽ നമ്മൾ എന്ത് സോൾവ് ചെയ്യണം? എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂസ് കണ്ടെത്തണം. ഇത് ഈ 3 ഇക്വേഷൻ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻസും തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഈക്വൽ ടു 1/3, ബി ഈക്വൽ ടു 1/3 ആൻഡ് സി ഈക്വൽ ടു 1/3 നമുക്ക് ആൻസർ വരും. വാല്യൂസ് 1/3 പ്ലസ് 1/3. ഓക്കെ, ഈ 3 വാല്യൂസാണ് നമുക്ക് കിട്ടുക. എ ഈക്വൽ ടു 1/3, ബി ഈക്വൽ ടു 1/3 ആൻഡ് സി ഈക്വൽ ടു 1/3. ഇക്വേഷൻസ് 3 കൂടിയിട്ട് നമ്മൾ സോൾവ് ചെയ്യാം. ദെൻ നമുക്ക് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് സ്ക്വയർ മൈനസ് 1/3 ബൈ സെറ്റ് ക്യൂബ് മൈനസ് സെഡ് ഈക്വൽ ടു 1/3 by z plus 1/3 by z plus 1 plus 1/3 by z minus 1 നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. വേണ്ടി ഇൻ്റഗ്രേഷൻ ഓവർ സി സെഡ് സ്ക്വയർ മൈനസ് 1/3 ബൈ സെഡ് ക്യൂബ് മൈനസ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 1/3. ഇതിന് ഓരോന്നിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1/3 കോൺസ്റ്റൻ്റ് ആണ്, സോ പുറത്തെടുത്തു. ഇൻ്റഗ്രേഷൻ ഓവർ സി 1/z dz പ്ലസ് 1/3 ഇൻ്റഗ്രേഷൻ ഓവർ സി 1/z പ്ലസ് 1 dz പ്ലസ് 1/3 ഇൻ്റഗ്രേഷൻ ഓവർ സി 1/z മൈനസ് 1 dz. 3 ടേംസ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി z ഈക്വൽ ടു 0ൽ z ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിന് മുന്നേ z ഈക്വൽ ടു 0 ഇതിൽ ഏതൊക്കെ പോയിൻറ്റ്സ് വരുന്നത് നോക്കണം. z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതിൻ്റെ ഉള്ളിലുള്ളതാണോ? z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് ഈ സർക്കിളിൻ്റെ ഇൻസൈഡിലുള്ള പോയിൻ്റാണ്. 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ്. -1 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ പുറത്തുള്ള പോയിൻ്റ്. അപ്പോൾ നമുക്ക് 0ൻ്റെയും 1ൻ്റെയും കേസ് നോക്കണം. -1 പുറത്തായതുകൊണ്ട്, അതായത് ആ സർക്കിളിൻ്റെ ഉള്ളിലായതുകൊണ്ട്, അല്ല ഔട്ട്സൈഡിലായതുകൊണ്ട് നമുക്ക് കോഷി ഗോർസാറ്റ് തിയറം വെച്ചിട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കോഷി ഗോർസാറ്റ് തിയറം വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അതായത് അനലറ്റിക് അല്ലാത്ത പോയിൻ്റ് നമ്മളുടെ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്സൈഡിലാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ 0 ആയിരിക്കും എന്നാണ് നമ്മൾ കോഷി ഗോർസാറ്റ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒരു റിസൾട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് z ഈക്വൽ ടു 0ൻ്റെ കേസ്. z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ, ഇത് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വരുന്ന പോയിൻ്റാണ്. ഉള്ളിൽ വരുന്ന പോയിൻ്റ് ആയതുകൊണ്ട് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രേഷൻ ഓവർ സി 1/z dz-നെ ഇതിൽ 1 എന്ന് പറഞ്ഞത് എഫ് ഓഫ് സെഡ് ആയിട്ട് നമ്മൾ എടുക്കാം. കാരണം നമുക്ക് ഇവിടെ z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിൻ്റാണ് നമുക്ക് അനലറ്റിക് അല്ലാത്തത്. സോ ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് ഡി സെഡ് എന്ന് എഴുതാം. ഓക്കെ, ഇത് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. 2πi ഇൻറ്റു ഇവിടെ z മൈനസ് സെഡ് നോട്ട്. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ഇതിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ z മൈനസ് സെഡ് നോട്ട് പറഞ്ഞാൽ എന്താ? ഇവിടെ 0 ആണ്. സോ ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ, ഇവിടെ എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ 1 ആണ്. സോ z മൈനസ് 0 എന്ന് പറഞ്ഞാൽ സെഡ് ഡി സെഡ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട്. എഫ് ഓഫ് സെഡ് നോട്ട് പറഞ്ഞാൽ എഫ് ഓഫ് 0. എഫ് ഓഫ് 0 പറഞ്ഞാൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എഫ് ഓഫ് സെഡിൽ. എഫ് ഓഫ് സെഡിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 0 എന്ന് വരും.
അത് ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താ 1 അല്ലേ, ഇവിടുത്തെ എഫ് ഓഫ് സെഡിലാണ്, അല്ലാതെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ എഫ് ഓഫ് സെഡിലല്ല. ഇവിടുത്തെ എഫ് ഓഫ് സെഡിൽ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, 0 എന്ന് വരും, സോറി 1 എന്ന് വരും, 2πi × 1. കാരണം ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1ൽ എഫ് ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 എന്ന് വരും, സോ 2πi എന്ന് വരും. ഇനി ഇതേപോലെ ഇൻ്റഗ്രേഷൻ ഓവർ സി 1/z+1 dz നോക്കാം. z+1 എന്ന് പറഞ്ഞാൽ ഇവിടെ സെഡ് നോട്ട് എന്താ, ഇവിടെ സെഡ് നോട്ട് ഈക്വൽ ടു -1 ആണ്. സെഡ് നോട്ട് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്തിൻ്റെ പുറത്തുള്ള പോയിന്റ്, ഔട്ട് സൈഡിലുള്ള പോയിൻ്റാണ്. ഔട്ട് സൈഡിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് കോഷി ഗോർസ തിയറം വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഇൻ്റഗ്രേഷൻ ഓവർ സി 1/z-1. ഇവിടെ സെഡ് നോട്ട് ഈക്വൽ ടു 1 ആണ്. സെഡ് നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പാത്തിൻ്റെ ഉള്ളിലുള്ള പോയിൻ്റാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ഇൻ്റഗ്രേഷൻ കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് പറഞ്ഞാൽ ഇവിടെ 1 ആയിട്ട് എഫ് ഓഫ് സെഡ് എടുത്തു. സോ എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് z-1. z-z0 എന്നുള്ള സ്ഥലത്ത് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z-z0 എന്നുള്ള സ്ഥലത്ത് 1, z0 പറഞ്ഞാൽ 1. സോ z-1 dz ഈക്വൽ ടു എന്താണ്, 2πi × എഫ് ഓഫ് 1. അപ്പോൾ ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. സോ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് ആൻസർ വരും. സോ നമ്മുടെ ആൻസർ എന്ത് വരും, 2πi എന്ന് വരും. സോ ഈക്വൽ ടു 2πi. അപ്പോൾ നമുക്ക് മൂന്ന് കേസിൽ നമ്മൾ കണ്ടെത്തി. ഇനി അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓവർ സി z² - 1/3 ഡിവൈഡഡ് z³ - z dz ഈക്വൽ ടു 1/3 ഇൻ്റഗ്രേഷൻ ഓവർ സി 1/z dzൻ്റെ വാല്യൂ 2πi പ്ലസ് ഇതിൻ്റെ വാല്യൂ 0. സോ 1/3 × 0 പ്ലസ് ഇതിൻ്റെ വാല്യൂ എന്താ വന്നത്, 2πi. സോ 1/3 × 2πi. ദെൻ ഇതിൻ്റെ വാല്യൂ 0 ആയിട്ട് പോവും. ദെൻ 2πi പ്ലസ് 2πi എന്ന് വരും. സോ 4πi ഡിവൈഡഡ് 3 നമുക്ക് വന്നത് 4πi/3. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഇൻ്റഗ്രേഷൻ ഓവർ സി z² - 1/3/z³ - z. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ പോയിൻ്റാണ് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്തത് നോക്കണം. ആ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ, അതായത് നമ്മുടെ പാത്തിൻ്റെ ഉള്ളിലാണോ പുറത്താണോ നോക്കുക. പുറത്തുള്ള പോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് കോഷി ഗോർസ തിയറം വെച്ചിട്ട് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഉള്ളിലുള്ള പോയിൻ്റ് ആണെങ്കിൽ കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇങ്ങനെ 2πi × എഫ് ഓഫ് z0 എന്ന് എഴുതാം. അപ്പോൾ ആദ്യം ഇതിൽ എഫ് ഓഫ് സെഡ് ഏതാണെന്ന് കണ്ടെത്തണം. ഇത് കണ്ടെത്തുമ്പോൾ നോക്കേണ്ട എന്താ വെച്ചാൽ താഴെ z-z0 എന്ന് പറഞ്ഞ ടേം വരണം. അതായത് ഇവിടെ ഇപ്പോൾ z-z0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ ആ ഒരു ടേമിനെ ഒഴിച്ച്, അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ z-z0 പറഞ്ഞാൽ z-1 എന്ന് വരും. അപ്പോൾ ഈ ഒരു ടേമിനെ ഒഴിച്ച് ബാക്കി എല്ലാം എന്തായിരിക്കും, എഫ് ഓഫ് സെഡ് ആണ്. ഇവിടെ 1ന് പകരം ഇപ്പോൾ ഒരു 2z/5π × z-1 എന്നാണ് വന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഇത്രയും ഭാഗം എന്താണ് വരുന്നത്, എഫ് ഓഫ് സെഡ് ആണ് വരുന്നത്. അപ്പോൾ ഈ എഫ് ഓഫ് സെഡിൽ സെഡിൻ്റെ സ്ഥലത്താണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, z0ൻ്റെ വാല്യൂ 1 കൊടുക്കേണ്ടത്. അപ്പോൾ അത് മാത്രം. അടുത്ത പ്രോബ്ലമാണ് ഇൻ്റഗ്രേറ്റ് g of z around the circle C mod z equal to 3/2 in the clockwise direction where g of z equal to tan z/z² - 1. അപ്പോൾ നമുക്ക് പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ എന്താണെന്ന് ആദ്യം തന്നിട്ടുണ്ട്. മോഡ് z ഈക്വൽ ടു 3/2. മോഡ് z ഈക്വൽ ടു 3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 സെൻറ്ററായിട്ട് 3/2 റേഡിയസ്, 3/2 പറഞ്ഞാൽ 1.5. 1.5 ഇവിടെ എടുക്കുകയാണെങ്കിൽ 1.5 റേഡിയസിൽ 3/2 സെൻറ്ററായിട്ടുള്ള 0 സെൻറ്ററായിട്ടുള്ള സർക്കിൾ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. നമുക്ക് ഒരുവിധം എല്ലാ പ്രോബ്ലം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ പ്രോബ്ലം നമ്മൾ പഠിച്ചിരിക്കുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമ്മളുടെ ഇൻ്റഗ്രേഷൻ ഓവർ സി എഫ് ഓഫ് സെഡ് dz എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേഷൻ ഓവർ -c എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മളതിനെ അങ്ങോട്ട് തിരിച്ചെഴുതണം. അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. -c എഫ് ഓഫ് സെഡ് dz നമ്മൾ എഴുതണം. ഇങ്ങനെ എഴുതിയാലേ നമ്മളുടെ പ്രോബ്ലം ശരിയായിട്ട് വരില്ല. അപ്പം എല്ലാത്തിലും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഈ ഒരു കേസ് മാത്രം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോൾ ഇൻ്റഗ്രേഷൻ ഓവർ -c എഫ് ഓഫ് സെഡ് dz എന്ന് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, മൈനസും കൂടിയിട്ട് ഇവിടെ പ്ലസ്സായി മാറും. അപ്പോൾ ഇതിടാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ഇട്ടിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ഇത്രയും തന്നിക്കുക. ഇനി നമുക്ക് അനലറ്റിക് അല്ലാത്ത പോയിന്റ് നോക്കണം. നമുക്ക് ഫംഗ്ഷൻ തന്നിക്കുന്നത് g of z ആണ്. tan z
ബൈ സെഡ് സ്ക്വയർ മൈനസ് 1 ആണ്. ആദ്യം ടാൻ സെറ്റിൻ്റെ നോക്കണം. ടാൻ സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സെഡ് ബൈ കോസ് സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ കോസ് സെഡ് ഇവിടെ ഈ ഫംഗ്ഷൻ അനലറ്റിക് ആണ് എല്ലാ സ്ഥലത്തും. പക്ഷേ എവിടെയാണ് കോസ് സെഡ് 0 ആവണ പോയിന്റിൽ കോസ് സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്തത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് സെഡ് ഈക്വൽ ടു 0 എന്നും സെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്നും നമുക്ക് എഴുതാം. കോസ് സെഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു എന്തൊക്കെ വരും? പ്ലസ് ഓർ മൈനസ് π/2 പ്ലസ് ഓർ മൈനസ് 3π/2 പ്ലസ് ഓർ മൈനസ് 5π/2 എക്സെട്ര. അതായത് കോസിൻ്റെ വാല്യൂ 0 ആവുന്ന പോയിന്റ്സ് ആണ് ഇത്. പ്ലസ് ഓർ മൈനസ് π/2 പ്ലസ് ഓർ മൈനസ് 3π/2 പ്ലസ് ഓർ മൈനസ് 5π/2 എക്സെട്ര വരുന്നത്. ഇനി ഇവിടെ സെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 ആണ്. സെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 ഈക്വൽ ടു 0 ആണ്. അതായത് സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് വരും. ഇത്രയും പോയിന്റ്സിലാണ് നമ്മുടെ ഫംഗ്ഷൻ എന്തല്ലാത്തത്? അനലറ്റിക് അല്ലാത്തത്. ഈ ഇത്രയും പോയിന്റ്സ് എവിടെയാണ്? ഫംഗ്ഷൻ്റെ, അതായത് ഈ പാത്തിൻ്റെ പുറത്താണ്. അതായത് π/2 3π/2 5π/2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇതിൻ്റെ, അതായത് π/2 വരുമ്പോൾ 3.14 ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ 1.7 1.587 സംതിങ് അങ്ങനത്തെ വാല്യൂസാണ് വരുന്നത്. ഇത് 1.5 ആണ്. അപ്പോൾ 1.57. അപ്പോൾ തൊട്ടടുത്താണ് വരുന്നത്. പക്ഷേ എന്തില്ല, പാത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മേലെയോ അല്ല, പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇത്രയും ഭാഗം മാത്രം നോക്കിയാൽ മതി. സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഇവിടെ 1.5 ആണ്. അപ്പോൾ 1 ഇവിടെ ഉണ്ട്, മൈനസ് 1 ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. ഇവിടെയാണ് മൈനസ് 1.5 ഇവിടെ വരും, ആൻഡ് ഇവിടെ 1.5 വരും. അപ്പോൾ മൈനസ് 1ഉം 1ഉം എന്താണ്? ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോഷീസ് ഇൻ്റഗ്രേഷൻ ഫോർമുല വെച്ചിട്ട് അതിന് മുന്നേ നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ടാൻ സെഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 1നെ ടാൻ സെഡ് ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ ടാൻ സെഡ് നമുക്ക് അവിടെ നിർത്താം. 1 വെച്ചിട്ട് എഴുതാം. അതായത് നമ്മൾ 1 സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 വെച്ച് എഴുതി. അപ്പോൾ ഇതിന് എ ബൈ സെഡ് പ്ലസ് 1 പ്ലസ് ബി ബൈ സെഡ് മൈനസ് 1. ഇതിനെന്ത് വരും? എ ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 ഡിവൈഡഡ് സെഡ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 ഡിവൈഡഡ് സെഡ് മൈനസ് 1. സോ സെഡ് മൈനസ് 1 സെഡ് പ്ലസ് 1 ക്യാൻസൽ. ദെൻ എ ഇൻറ്റു സെഡ് മൈനസ് 1, ഇവിടെ 1 ഉണ്ട് കേട്ടോ. എ ഇൻറ്റു സെഡ് മൈനസ് 1 പ്ലസ് ബി ഇൻറ്റു സെഡ് പ്ലസ് 1 എന്ന് വരും. സോ എ സെഡ് മൈനസ് എ പ്ലസ് ബി സെഡ് പ്ലസ് ബി ഈക്വൽ ടു 1 എന്ന് വരും. ദെൻ എ സെഡ് പ്ലസ് ബി സെഡ് ഈക്വൽ ടു 0, ബി മൈനസ് എ ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് സെഡ് ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു 0 ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ എ പ്ലസ് ബി ഈക്വൽ ടു 0 സെഡിന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 0 വരും. ഇനി നമ്മൾ ഇവിടെ ബി മൈനസ് എ ഈക്വൽ ടു 1 എന്നില്ല, ഇവിടെ ബി ഈക്വൽ ടു 1 പ്ലസ് എ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഈ 1 പ്ലസ് എ എന്നുള്ളത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ബിയുടെ സ്ഥലത്ത്. സോ എ പ്ലസ് 1 പ്ലസ് എ ഈക്വൽ ടു 0 എന്ന് വരും. അതായത് 2a ഈക്വൽ ടു മൈനസ് 1. സോ എ ഈക്വൽ ടു നമുക്ക് എന്ത് വരും? മൈനസ് 1/2 എന്ന് വരും. എ ഈക്വൽ ടു മൈനസ് 1/2 ആണെങ്കിൽ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് വരും? ഈ മൈനസ് 1/2 എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ബി ഈക്വൽ ടു 1/2 എന്ന് വരും. ഇനി ബി ഈക്വൽ ടു മൈനസ് 1/2 ആണെങ്കിൽ എ ഈക്വൽ ടു 1/2 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/z പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/2/z പ്ലസ് 1 മൈനസ് 1/2/z മൈനസ് 1. അതായത് ഇവിടെ ഞാൻ ബി ആയിട്ട് എടുത്തിരിക്കുന്നത് മൈനസ് 1/2 ആണ്. ഏതെടുത്താലും കുഴപ്പമില്ല. സോറി, നമുക്ക് എ അല്ലേ മൈനസ് 1/2 ആയിട്ട് കിട്ടിയത്? എ ആണ് മൈനസ് 1/2. സോ ഇവിടെയാണ് മൈനസ് വരിക. സോറി, ഇവിടെ ബി ആണ് 1/2. സോറി, എ മൈനസ് 1/2/z പ്ലസ് 1 1/2/z മൈനസ് 1. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1/2/z മൈനസ് 1 മൈനസ് 1/2/z പ്ലസ് 1 എഴുതാം. ഇതിൽ 1/2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1/z മൈനസ് 1 മൈനസ് 1/z പ്ലസ് 1 എന്ന് എഴുതും. അപ്പോൾ ഇതാണ് നമ്മുടെ
എഫ് ഓഫ് സെറ്റിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി. അതായത് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഓവർ സി ജി ഓഫ് സെറ്റ് ഡി സെഡ് എന്നുള്ള പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞു മൈനസ് ഇൻ്റഗ്രേഷൻ മൈനസ് സി ജി ഓഫ് സെറ്റ് ഡി സെഡ്, അതായത് മൈനസ് ഇൻ്റഗ്രേഷൻ ഓവർ സി ടാൻ സെഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 1 ഡി സെഡ് ആണ്. ഇതിൽ ഈ ടാൻ സെഡ് നമുക്ക് എന്തെടുക്കാം? ഇതിലാണ് ഫംഗ്ഷൻ അനലറ്റിക് അല്ലാത്ത ഈ ഒരു ഭാഗത്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിനെ നമുക്കൊന്നും കൂടി അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇൻ്റഗ്രേഷൻ മൈനസ് സി ടാൻ സെഡ് ബൈ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 1 എന്ന് വരും ഡി സെഡ്. അപ്പോൾ നമുക്ക് 2 കേസാണ് നോക്കാനുള്ളത്. ഈ ടാൻ സെഡിന് നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് സെഡ് ആക്കിയിട്ട് എടുക്കാം. ഈ ടാൻ സെഡിന് നമ്മൾ എഫ് ഓഫ് സെഡ് ആക്കിയിട്ട് എഴുതുമ്പോൾ മൈനസ് ഇൻ്റഗ്രേഷൻ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ബൈ നമ്മൾ ഇതിൻ്റെ രൂപത്തിൽ എഴുതിയിരുന്നു, അതായത് 1/2 ഇൻറ്റു സെഡ് മൈനസ് 1 മൈനസ് എഫ് ഓഫ് സെഡ് ബൈ സെഡ് പ്ലസ് 1 ഡി സെഡ് നമുക്ക് എഴുതാം. ഇത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ എഴുതി. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ടാൻ സെറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് നിർത്തിയെന്നേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് ലാസ്റ്റ് ടാൻ സെറ്റ് കൊടുത്താൽ നമ്മളുടെ എന്താവുള്ളൂ? ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആവുള്ളൂ. ഇത് ഇൻ്റഗ്രേഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ മൈനസ് 1/2 ഔട്ട് സൈഡ് എടുക്കാം. ദെൻ ഇൻ്റഗ്രേഷൻ ഓവർ മൈനസ് സി എഫ് ഓഫ് സെറ്റ് ബൈ സെഡ് മൈനസ് 1 മൈനസ് ഡി സെറ്റ്. ഇൻ്റഗ്രേഷൻ ഓവർ മൈനസ് സി എഫ് ഓഫ് സെറ്റ് ബൈ സെഡ് പ്ലസ് 1 ഡി സെഡ് എന്ന് വരും. ഓക്കെ, ഇനി ഈ രണ്ട് പോയിൻ്റ്, അതായത് സെഡ് ഈക്വൽ ടു ഫസ്റ്റത്തേൽ സെഡ് നോട്ട് ഈക്വൽ ടു 1 ആണ്, സെക്കൻഡിൽ സെഡ് നോട്ട് ഈക്വൽ ടു -1. ഈ 2 പോയിൻറ്റും നമ്മുടെ പാത്തിൻ്റെ ഇൻസൈഡിലുള്ള പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് എന്ത് എഴുതാം? 2πi ഇൻറ്റു എഫ് ഓഫ് 1 മൈനസ് 2πi ഇൻറ്റു എഫ് ഓഫ് -1 ദെൻ മൈനസ് 1/2 ഇൻറ്റു 2πi ഇൻറ്റു ഈ 2πiനെ നമ്മൾ പുറത്തെടുക്കുക. ദെൻ 2πiനെ നമുക്ക് ഇവിടെ എഴുതാം. ദെൻ എഫ് ഓഫ് 1 മൈനസ് എഫ് ഓഫ് -1 എന്നാണ് വരിക. ഇവിടെ എഫ് ഓഫ് സെഡ് ആയിട്ട് നമ്മൾ ടാൻ സെഡ് ആണ് എടുത്തിരിക്കുന്നത്. 2 2 ക്യാൻസലായി. ദെൻ മൈനസ് πi ഇൻറ്റു എഫ് ഓഫ് 1 പറഞ്ഞാൽ ടാൻ 1 മൈനസ് ടാൻ -1. നമ്മൾ എഫ് ഓഫ് സെഡ് ആയിട്ട് ഇവിടെ ടാൻ ആണ് എടുത്തിരിക്കുന്നത്. ദെൻ മൈനസ് πi ഇൻറ്റു ടാൻ 1 മൈനസ് ടാൻ -1 ആണ്. ഈ ടാൻ -1 നമുക്ക് മൈനസ്, അതായത് ടാൻ മൈനസ് എക്സിന് നമുക്ക് മൈനസ് ടാൻ എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ അതിന് നമ്മൾ ആ ഒരു രീതിയിൽ എഴുതുമ്പോൾ ടാൻ 1 മൈനസ് മൈനസ്, സോ പ്ലസ് ടാൻ 1 എഴുതാം. ദെൻ ഈക്വൽ ടു 2πi ടാൻ 1. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ വരും.